ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കൈയടികൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ദിലീപേട്ടൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോജ് ചേട്ടൻ പാട്ട് പാടി തന്നോ? ദിലീപേട്ടൻ പാട്ട് പാടി തരുമോ പ്ലീസ്? ഞാൻ ആ ലെവലിലേക്ക് ആയിട്ടില്ല. ഗുരു നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. സൗണ്ട് തോമല പാട്ടായാലും മതി. സത്യം പറഞ്ഞാൽ വിട്ടുപോയതുകൊണ്ടാണ്. പെട്ടെന്ന് വിളിച്ചപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ പാടിയ വെള്ളി ഇടുന്ന മാതിരി മനോജ് കുഴപ്പിക്കണ്ടത്. ഇദ്ദേഹം വലിയ പാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അല്ല, ആ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, ആ ഒരു ആയുധം മാത്രം. കാരണം അത് ദിലീപേട്ടന്റെ ആയുധമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും. ഒന്നുമില്ല, ഞാൻ അറിയാലോ, ഞാൻ പാട്ടുകാരനല്ല, ഞാൻ മിമിക്രി ഒക്കെ ചെയ്ത് ഇവിടെ വരെ വന്ന ആളാണ്. അറിയാല്ല, ഇങ്ങർക്ക് ഇപ്പൊ ഇതുപോലെ പലതും പറയാം. ചുമ്മാരി അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. നിങ്ങൾ 2 ലൈൻ പാടും, ഞാൻ 2 ലൈൻ പാടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പോൾ ഓടിപ്പോകും. നമുക്ക് ഇല്ല, ഇപ്പോ എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും ദിലീപേട്ടനെ കണ്ട അപ്പോ ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് സാറേ സാറേ സാമ്പാറ്. അതിന്റെ 2 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം. 2 ലൈൻ അടിപൊളി. താങ്ക് യു. So ladies and gentlemen, here we are celebrating തങ്കമണി. നമുക്ക് എല്ലാവർക്കും